माया महा ठगिनी हम जानी, तिरगुण फाम्स लिए कर डोलई बोलई मधुरई बानी। केशव के कमला होई बैठी शिव के भवन भवानी, पंडा के मूरत होई बैठी तीरथहु में पानी। जोगी के जोगिन होई बैठी राजा के घर रानी, काहू के हीरा होई बैठी काहू के कौड़ी कानी। भक्तन के भक्तिन होई बैठी ब्रह्मा के ब्रह्मानी। कही कबीर सुनो भाई साधो, यह सब अगत कहानी। संदर्भ सहित व्याख्या। यह कबीरदास का पद है। कवि परिचय। कबीर हिंदी की निर्गुण भक्ति धारा की ज्ञानाश्रयी शाखा के प्रमुख संत कवि है। കബീർദാസ് ഹിന്ദിയിലെ നിർഗുണ ഭക്തിധാരയിലെ ജ്ഞാനാശ്രയി ശാഖയിലെ പ്രമുഖനായ സന്ത് കവിയാണ്. വേ നിരക്ഷർ ജ്ഞാനി മഹാത്മാതെ. അദ്ദേഹം അക്ഷരാഭ്യാസമില്ലാത്ത ജ്ഞാനിയായൊരു മഹാത്മാവായിരുന്നു. ഉനുവിന് സത്സംഗവ പ്രമൺകി ദ്വാര ജ്ഞാൻ പ്രാപ്ത് കിയാ ഹെ. അദ്ദേഹം സത്സംഗത്തിലൂടെയും സഞ്ചാരത്തിലൂടെയുമാണ് അറിവ് സമ്പാദിച്ചത്. ഉനുവിന് സാമാജിക് കുരീതിയോങ്ക വിരോധ കിയ. അദ്ദേഹം സാമൂഹികമായ അനീതികളെ എതിർത്തു. വേ ധാർമ്മിക് ബാഹ്യാഡംബരവും അവർ അന്ധവിശ്വാസോങ്കെ കട്ടർ വിരോധീതെ. അദ്ദേഹം മതപരമായ ബാഹ്യാഡംബരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്തു. വേ സത്യ ദയ അവർ അഹിംസാക്കെ പൂജാരിതെ. അദ്ദേഹം സത്യത്തിൻ്റെയും ദയയുടെയും അഹിംസയുടെയും പൂജാരിയായിരുന്നു. ഉൻകി ഭാഷ സധുക്കടി കഹലാത്തി ഹെ. കബീറിൻ്റെ ഭാഷയെ സധുക്കടി എന്നാണ് വിളിക്കുന്നത്. ഉൻകി രചനാവോങ്ക സംഗ്രഹ ബീജകമേ കിയാ ഗയാ ഹെ. അദ്ദേഹത്തിൻ്റെ രചനകൾ ബീജക് എന്നു പേരായ ഗ്രന്ഥത്തിലാണുള്ളത്. ഇസ്കെ 3 ഭാഗ് ഹെ. സാഖി, സബദ് അവർ രമൈനി. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. സാഖി, സബദ്, രമൈനി. प्रसंग। प्रस्तुत पद में कबीर ने माया के स्वरूप का विवेचन किया है. ഈ പദത്തിൽ കബീർദാസ് മായയുടെ രൂപത്തെ വിവേചനം ചെയ്യുന്നു. മായ സബുക്കോ അപ്പനെ വശമേ കർക്കെ ധോക്ക ദേത്തി ഹെ. മായ എല്ലാവരെയും തൻ്റെ വശത്താക്കി ചതിക്കുന്നു. ഇസ്കാ പ്രഭാവ് സർവവ്യാപി ഹെ ജിസ്കാ വർണ്ണൻ കർണ കഠിൻ ഹെ. ഇതിൻ്റെ പ്രഭാവം സർവവ്യാപിയാണ്. അതിനെ വർണ്ണിക്കുക എന്നത് കഠിനമാണ്. व्याख्या। कबीरदास कहते हैं, हमने जान लिया है कि माया सबको धोखा देने वाली है. കബീർ പറയുന്നു, മായ എല്ലാവരെയും ചതിക്കുന്നവളാണെന്ന് നമുക്കറിയാം. സത്വഗുൺ, രജോഗുൺ, തമോഗുൺ കെ പാശ് ഹാത്ത് മേ ലിയെ വഹ് സബുക്കോ ഫസാത്തി ഹെ. സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നീ 3 കുരുക്കുകൾ കയ്യിലേന്തി അവൾ എല്ലാവരെയും കുരുക്കുന്നു. വഹു മീഠി ബോലി ബോൽത്തി ഹെ. അവൾ മധുരമായി സംസാരിക്കുന്നു. വഹു മായ വിഷ്ണു കെ യഹാം ലക്ഷ്മി കെ രൂപമേ തഥാ ശിവ് കെ യഹാ പരാശക്തി കെ രൂപമേ വിദ്യമാൻ ഹെ. അവൾ, അതായത് മായ, വിഷ്ണുവിൻ്റെ അടുത്ത് ലക്ഷ്മിയുടെ രൂപത്തിലും ശിവൻ്റെ അടുത്ത് പരാശക്തിയുടെ രൂപത്തിലുമാണ് ഉള്ളത്. വഹു പൂജാരി കെ യഹാം ഭഗവാൻ യാ ഭഗവതി കി മൂർത്തി കെ രൂപമേ സ്ഥിതി ഹെ. മായ പൂജാരിയുടെ അടുത്ത് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വഹി തീർത്ഥോമേ പാനിക്ക് രൂപമേ ഹെ. അതേ മായ തന്നെ തീർത്ഥങ്ങളിൽ ജലത്തിൻ്റെ രൂപത്തിലാണ്. വഹ് മായ യോഗി കെ ഘർമേ യോഗിനി ഹോക്കർ ബൈട്ടി ഹെ. ആ മായ തന്നെ യോഗിയുടെ വീട്ടിൽ യോഗിനിയായി ഇരിക്കുന്നു. അവർ രാജാക്കെ ഘർമേ റാണിക്ക് രൂപമേ മായ ബൈട്ടി ഹെ. രാജാവിൻ്റെ അടുത്ത് റാണിയുടെ രൂപത്തിലാണ് മായയുള്ളത്. माया किसी के यहाँ कौड़ी कानी के रूप में है तो किसी के यहाँ हीरा बनकर बैठी है. മായ ചിലരുടെ അടുത്ത് കാലണയായിട്ടാണെങ്കിൽ മറ്റു ചിലരുടെ അടുത്ത് മരതകമായിട്ടാണ് ഇരിക്കുന്നത്. മായ ഭക്തോങ്കെ യഹാം ഭക്തിൻ ഹോക്കർ ബൈഠി ഹെ. ഭക്തന്മാരുടെ അടുത്ത് ഭക്തിനിയായിട്ടാണ് മായയുള്ളത്. വഹ് ബ്രഹ്മാക്കെ യഹാം സരസ്വതി കെ രൂപമേ ആസീൻ ഹെ. ബ്രഹ്മാവിൻ്റെ അടുത്ത് സരസ്വതിയുടെ രൂപത്തിലും. ഹേ സാധു ഭായിയോ മായാക്കി ഏ അഗത് കഹാനി ഹെ. അല്ലയോ സന്യാസിമാരെ, ഇത് മായയുടെ അഗത് കഹാനി അല്ലെങ്കിൽ ആരും പറയാത്ത കഥയാണ്. കബീർദാസ് കെ അനുസാർ സാത്വിക്, രാജസി, താമസി വൃത്തി വാലെ സബ് മായാക്കെ വശീഭൂത് ഹെ. കബീർദാസിൻ്റെ അഭിപ്രായത്തിൽ സത്വഗുണമുള്ളവരും രജോ ഗുണമുള്ളവരും തമോ ഗുണമുള്ളവരും എല്ലാവരും മായയ്ക്ക് വശംവദരാണ്. ഉസ്കെ പ്രഭാവസെ കോയി ബെച്ച് നഹി സകേ ഹെ. അതിൻ്റെ പ്രഭാവത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മായാക്ക പ്രഭാവ
വർണ്ണനാതീതഹെ. മായയുടെ പ്രഭാവം വർണ്ണനയ്ക്ക് അതീതമാണ്. സൂർദാസിൻ്റെ സൂർ സൗരഭിലെ രണ്ടാമത്തെ പദം. അബുമൈം നാച്ചൗ ബഹുത്ത് ഗോപാൽ കാമു ക്രോധ് കോ പഹിരി ചോലിന കണ്ട് വിഷയ കി മാല് മഹാമോഹു കെ നൂപുർ ബാജത്ത് നിന്ദാ ശബ്ദ രസാൽ ഭരമ ഭയോ മൻ ഭയോ പഖാവജ് ഛലത്ത് കുസംഗതി ചാൽ തൃഷ്ണാനാദ് കരത്തി കട് ഭീതർ നാനാവിധിതൈ താൽ മായാ കൗ കടി ഭേണ്ട ബാന്ധ്യൗ ലോഭ തിലക് ദൈഫാൽ കോടിക് കലാ കാഞ്ചി ദഖരായി ജലധൽ സുധി നഹീം കാൽ സൂർദാസ് की सबई अविधा दूरी करो नंदलाल. यह पद सूरदास का है. ഈ പദം സൂർദാസിൻ്റെതാണ്. സൂർദാസ് ഹിന്ദിക്ക് സർവശ്രേഷ്ഠ കൃഷ്ണഭക്ത കവി ഹെ. സൂർദാസ് ഹിന്ദിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കൃഷ്ണഭക്ത കവിയാണ്. വേ വല്ലഭാചാര്യക്ക് പ്രധാന ശിഷ്യതെ. അദ്ദേഹം വല്ലഭാചാര്യൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു. വേ പുഷ്ടിമാർഗമേ ദീക്ഷിത് ഹുവെ. അദ്ദേഹം പുഷ്ടിമാർഗത്തിലാണ് दीक्षितनायद. अपने गुरु वल्लभाचार्य की प्रेरणा से सूरदास ने भागवत के आधार पर कृष्ण लीला के पदों की रचना की. തൻ്റെ ഗുരുവായ വല്ലഭാചാര്യൻ്റെ ആജ്ഞയനുസരിച്ച് ഭാഗവതത്തെ അടിസ്ഥാനമാക്കി കൃഷ്ണലീലയുമായി ബന്ധപ്പെട്ട പദങ്ങൾ അദ്ദേഹം രചിച്ചു. ഉൻകി രചനാവോമേ സൂർസാഗർ പ്രസിദ്ധ ഹെ. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രസിദ്ധമാണ് സൂർസാഗർ. മാനാ ജാത്താ ഹെ കി ഉനോനെ ലഘുഭഗ് 1.25 लाख പദ് രചയതേ. ഏകദേശം 1.25 ലക്ഷത്തോളം പദങ്ങൾ അദ്ദേഹം രചിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ലേക്കിൻ അഭി തക് സൂർദാസ് കെ ലഘുഭഗ് 5000 പദ് ഹി ഉപലബ്ധ് ഹുയേ ഹെ. എന്നാൽ ഏകദേശം 5000 പദങ്ങൾ മാത്രമേ ഇപ്പോൾ ഇന്ന് വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. സൂർ സാരാവലി, സാഹിത്യലഹരി ആദി ഉൻകി അന്യ പ്രമുഖ രചനായും ഹെ. സൂർ സാരാവലിയും സാഹിത്യലഹരിയും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട രചനകളാണ്. സൂർദാസിനെ ബ്രജഭാഷാമേ കാവ്യരചനാക്കി. അദ്ദേഹം ബ്രജഭാഷയിലാണ് തൻ്റെ കാവ്യങ്ങൾ രചിച്ചത്. ഉനോനെ മുഖ്യതഃ വാത്സല്യ വർ ശൃംഗാർ കാ ചിത്रण കിയാ ഹെ. അദ്ദേഹം പ്രധാനമായും വാത്സല്യവും ശൃംഗാരവുമാണ് ചിത്രീകരിച്ചത്, അല്ലെങ്കിൽ വാത്സല്യരസത്തിലും ശൃംഗാരരസത്തിലുമാണ് രചനകൾ രചിച്ചത്. സൂർദാസ് അഷ്ടചാപ് കെ കവിയോ മേ പ്രമുഖ ഹെ. അഷ്ടചാപ കവികളിൽ പ്രമുഖനായിരുന്നു സൂർദാസ്. ഉൻകോ പുഷ്ടിമാർഗ് കാ ജഹാസ് മാൻതേ ഹെ. പുഷ്ടിമാർഗ് കാ ജഹാസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. गीति काव्य परंपरा के विकास में सूरदास का योगदान अत्यंत महत्वपूर्ण है. ഗീതികാവ്യ പരമ്പരയുടെ വികാസത്തിൽ സൂർദാസിൻ്റെ പങ്ക് വളരെയേറെ മഹത്വപൂർണ്ണമാണ്. പ്രസംഗ്. യഹ് വിനയ് കാ പദ് ഹെ. വിനയ് എന്ന് പറഞ്ഞ അപേക്ഷ. ഇത് അപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു പദമാണ്. इसमें सूरदास नंदलाल श्री कृष्ण से अपनी सारी अविद्या दूर करने की प्रार्थना करते हैं. ഈ പദത്തിൽ സൂർദാസ് നന്ദലാൽ ശ്രീകൃഷ്ണനോട് തൻ്റെ എല്ലാ അജ്ഞാനവും ഇല്ലാതെയാക്കാൻ പ്രാർത്ഥിക്കുന്നു. കാമക്രോധ ലോഭ മോഹ് മദ് മാത്സര്യ ആദി 6 दुर्गुण भक्त को भगवान से विमुख कर देते हैं. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഈ 6 ഗുണങ്ങളാണ് ഭക്തനെ ഭഗവാനിൽ നിന്നും അകറ്റുന്നത്. തബ് തക് ജീവ് ജന്മ അവർ മൃത്യുക്കെ ചക്രമേ പടാ രഹത്താ ഹെ. അതായത് ഈ 6 ദുർഗുണങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഈ 6 ഗുണങ്ങൾ നമ്മിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ജനന മരണമാകുന്ന ചക്രത്തിൽ പെട്ടുഴലുന്നു. ഏക് നടുക്കി തരഹ ഈ സൻസാർ മേ നാച്ച്താ രഹത്താ ഹെ. ഒരു നടനെ പോലെ ഈ ലോകത്തിൽ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾക്ക് വശംവദരായി നമ്മൾ ഈ ലോകത്ത് പെട്ട് ഉഴലുന്നു, അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നു. ഭഗവാൻ കി കൃപാസേ ഹി യഹ് അവിദ്യ ദൂർ ഹോ സക്തി ഹെ. ഈശ്വര കൃപയാൽ മാത്രമേ ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം ഇല്ലാതെയാവുകയുള്ളൂ. വ്യാഖ്യ. സൂർദാസ് कहते हैं. സൂർദാസ് പറയുന്നു, ഹേ ഗോപാൽ, അബ് മൈ ബഹുത്ത് നാച്ച് ചുക്കാ ഹും. അല്ലയോ ഗോപാല, ഞാൻ ഒരുപാട് നൃത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മായയിൽ പെട്ട് ഞാൻ ഒരുപാട് കുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നടുക്കെ രൂപമേ മേ കാമ അവർ ക്രോധ കാ ലംബ ചോല പഹൻ ലിയ അവർ മേനെ അപ്പനെ കണ്ടുമേ സാൻസാരിക് വിഷയ സുഖരൂപി മാല ധാരൺ കർലെ. ഒരു നടനെന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിലെ ഒരു നടനെന്ന രൂപത്തിൽ കാമവും ക്രോധവുമാകുന്ന നീണ്ട ഉടുപ്പ് ഞാൻ ധരിച്ചു.
എൻ്റെ കഴുത്തിൽ ഈ ഇഹലോക വിഷയസുഖമാകുന്ന മാല ഞാൻ ധരിച്ചു. मैंने अपने पैरों में മഹാമോഹരൂപി ഖുങ്കരു യാ നൂപർ ബാന്ധിലിയെ, ഞാൻ എൻ്റെ കാലുകളിൽ മഹാമോഹമാകുന്ന ആ ചിലങ്ക കെട്ടി. ജിസസെ പരനിന്ന രൂപി മധുർധ്വനി നികൽത്തി രഹി, അതിൽ നിന്നും പരനിന്ദയാകുന്ന മധുരധ്വനി പുറപ്പെടുവിച്ചു കൊണ്ടേയിരുന്നു. संसार को ही सत्य मानता रहा मेरे मन में भ्रम भरा हुआ था. ഈ ലോകം സത്യമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. മൻ ഈസ് ഭ്രംസെ ഭർക്കർ മൃദംഗ് ബജാത്ത രഹ, മനസ്സ് ഈ തെറ്റിദ്ധാരണയിൽ ഒരു മൃദംഗത്തെ പോലെ വായിച്ചു കൊണ്ടേയിരുന്നു. അതായത് ഈ ലോകം സുഖമാണെന്ന് കരുതി അതിൽ ഭ്രമിച്ച് ജീവിച്ചു കൊണ്ടേയിരുന്നു. ദുർജനോഗ്യ സംഗതി ഹുയെ, ദുർജനങ്ങളുമായി കൂട്ടുകൂടി. ശരീർമേ അനേക ഇച്ഛായെ കൈ പ്രകാർ സെ താൾ ദേത്തി രഹി, ശരീരത്തിൽ അനേകം തരത്തിലുള്ള ആഗ്രഹങ്ങൾ പലതരത്തിലുള്ള താളം ഇട്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. മേനെ മായാക്കോ കമർബന്ദ് കെ രൂപമേ പഹൻ ലിയ, ഞാൻ മായയെ അരപ്പട്ട പോലെ ധരിച്ചു. മേനെ അപ്പനെ മസ്തക് പർ ലോഭ് കോ തിലക് കെ രൂപമേ ധാരൺ കർ ലിയ, ഞാൻ എൻ്റെ ശിരസിൽ ലോഭമാകുന്ന തിലകക്കുറി ചാർത്തി. मैंने जल में और ഭൂമി पर अनेक जन्म लिए और मैं लगातार नाचता ही रहा. അതായത് ജലത്തിലും ഭൂമിയിലുമൊക്കെയായി എനിക്ക് അനേക ജന്മങ്ങൾ ലഭിച്ചു. അതായത് ഒരുപാട് വട്ടം ഞാൻ ജനിച്ചു. പക്ഷേ ഓരോ ജന്മത്തിലും ഞാൻ ഇതേപോലെ ഈ മായ എന്നെ നൃത്തം ചെയ്യിപ്പിക്കുന്നതിനൊത്ത്, അല്ലെങ്കിൽ മായയുടെ താളത്തിനൊത്ത് ഞാൻ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. मुझे यह भी स्मरण नहीं कि मैं कब तक इस प्रकार नाचता रहा, എത്ര നാൾ ഇങ്ങനെ ഞാൻ മായയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്തു എന്ന് എനിക്കറിയില്ല. ഹേ നന്ദലാൽ കൃഷ്ണ, മേരി സാരി അവിദ്യ ദൂർ കർലോ, അതായത് മായയുടെ മോഹത്തിൽ അല്ലെങ്കിൽ കാമക്രോധ ലോഭമോഹാദികൾക്ക് കീഴടക്കുന്നതിന് കാരണം അവിദ്യയാണെന്നാണ് സൂർദാസ് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ എല്ലാ അവിദ്യയും അല്ലെങ്കിൽ എൻ്റെ അജ്ഞാനവും ഇല്ലാതെയാക്കിയാലും. जब तक जीव माया के वश में रहता है तब तक उस जीव को जन्म और मरण के चक्कर से मुक्ति नहीं मिलती. എപ്പോൾ വരെ ജീവൻ മായയുടെ വശത്തായിരിക്കുന്നുവോ, അല്ലെങ്കിൽ ജീവൻ മായയ്ക്കടിമയായിരിക്കുന്നോ, അപ്പോൾ വരെ ജീവന് ജന്മ മരണമാകുന്ന ചക്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജീവൻ മരണമാകുന്ന ആ ചക്രത്തിൽ നിന്ന് ഒരിക്കലും മുക്തി ലഭിക്കില്ല. അതായത് വീണ്ടും ജനിക്കുകയും മരിക്കുക ഒരു തുടർ പ്രക്രിയ പോലെ നടന്നുകൊണ്ടിരിക്കും എന്നാണ് കവി പറയുന്നത്. जिस पर भगवान की कृपा दृष्टि पड़ती है उसकी सारी अविद्या दूर हो जाती है. ആരിലാണോ ഈശ്വരൻ്റെ കൃപാദൃഷ്ടി പതിയുന്നത് ആ ആളുടെ എല്ലാ അജ്ഞാനവും ഇല്ലാതെയാകുന്നു. അവർ ജബ് ജീവ് മായാ കെ ബന്ധൻ സെ സർവഥാ മുക്ത് ഹോ ജാതാ ഹെ, അതോടുകൂടി ജീവൻ അതായത് ഈശ്വരൻ്റെ കരുണാകരമായ ആ ദൃഷ്ടി പതിയുമ്പോൾ ജീവൻ മായയുടെ ബന്ധനത്തിൽ നിന്നും എന്നേക്കുമായി മുക്തനാകുന്നു.